തൃക്കാക്കര ടെമ്പിൾ, കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടാതെ സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നിവയെല്ലാം തൊട്ടടുത്തുള്ള ഒരു പ്രൈം ഏരിയയിലാണോ നിങ്ങൾ വീട് നോക്കുന്നത്? എന്നാൽ അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃക്കാക്കരയാണ്. തൃക്കാക്കര അമ്പലത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഒന്ന് കണ്ടിട്ട് വരാം. അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. ഒരു കൊളോണിയൽ ടൈപ്പ് എലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത് ഏകദേശം 4.5 സെന്റ് സ്ഥലത്ത് 2380 സ്ക്വയർ ഫീറ്റിലാണ്. 4 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയുമാണ് ഈ ഒരു വീടിന് വരുന്നത്. നോർമൽ വീടുകളെ പോലെ തന്നെ 2 രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 16 അടി ലെങ്ത്തുള്ളൊരു ഗേറ്റാണ്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കയറുന്നത് കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം വലിയ കാർ പോർച്ചാണ്. വലിയൊരു SUV ടൈപ്പ് കാർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ഔട്ട്ഡോർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമ്മുടെ രണ്ടാമത്തെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 2 വണ്ടി ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വീടിൻ്റെ നോർത്ത് സൈഡിലേക്കാണ്. ഇവിടെ ഏകദേശം ഒരു 1 മീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. സൈഡിലും കടപ്പക്കല്ല് വിരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു 2 സൈഡിലായിട്ട് ബബിൾ സ്റ്റോൺ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. വീടിൻ്റെ നോർത്ത് സൈഡിൽ നിന്ന് നമ്മൾ നേരെ വേണ്ടത് വീടിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് വർക്ക് ഏരിയയുടെ സ്ഥാനമാണ്. അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഈസ്റ്റ് ഡയറക്ഷൻ വരുന്നത്. നമ്മളുടെ കിണർ വരുന്നത് ഇവിടെയാണ്. ബോർവെല്ലാണ് വരുന്നത്. ബോർവെല്ലിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ വടക്ക് കിഴക്കേ കോർണറിലായിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്താണ് ഇവർ വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ കിച്ചൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിഴക്ക് ഡയറക്ഷനിലേക്ക് കത്തിക്കാവുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഓപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൂടെ പോകും. ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം 1.5 മീറ്ററിന് മുകളിൽ ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് സൗത്ത് ഡയറക്ഷനാണ്. ഇവിടെയും കടപ്പക്കല്ല് വിരിച്ചിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലും ബബിൾ സ്റ്റോൺ നൽകുന്നുണ്ട്. കാർപോർച്ചിലായിട്ട് നമുക്ക് ഒരു 2000 ലിറ്ററിന്റെ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ വാട്ടർ കണക്ഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇതിനകത്തേക്ക് ടാങ്കിലേക്ക് വരും. അവിടെ നിന്ന് നമുക്ക് നേരെ മോട്ടോർ വെച്ചിട്ട് നേരെ നമ്മുടെ ടാങ്കിലേക്കും വെള്ളം എത്താവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം 3-4 ചെയർ ഇട്ട് ഈസി ആയിട്ട് ഇരിക്കാവുന്നത്ര വലിപ്പമുണ്ട്. അവിടെ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ വീടിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും അതുപോലെ തന്നെ ഈ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ടീക്വുഡിലുമാണ്. നമുക്ക് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കിടക്കാം. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്ന നേരെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ്. ഏകദേശം ഒരു 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ലിവിങ് ഏരിയ. കൂടാതെ മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തേക്കുന്നത്. സിമെന്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് 4 പാളിയുടെ ജനലാണ് കൊടുത്തേക്കുന്നത്. അതിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള പാനലിങ്ങും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിൽ 2 പാളിയുടെ ജനലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. കൂടാതെ ഇതിനും പാനലിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ചെടിയും വെച്ചിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഈ 2 ഭിത്തികളിലായിട്ട് ക്ലാഡിങ് ടൈലുകൾ കൊണ്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. ഏകദേശം 110ഓളം സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസേജിലേക്ക് വരുന്നില്ല. ഡൈനിങ് ഏരിയ നല്ല ഒതുക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വാഷിംഗ് കൗണ്ടർ റെഡി ആക്കിയിട്ടുണ്ട്. അവിടെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ടച്ച് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഫിറ്റിംഗ്സ് വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. ഓൾമോസ്റ്റ് ഈ വീട്ടിലെ എല്ലാ ഫിറ്റിംഗ്സും തന്നെ ജാഗ്വാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൻ്റെ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പോട് കൂടിയിട്ട് ഒരു കിച്ചണാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡോറ് വരുന്നത് ആ ഒരു സൈഡിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കിച്ചൻ്റെ ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാളിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വാൾപേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിനി കിച്ചണിലേക്ക് കിടക്കാം.
അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇവിടെ മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡ് ആണെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫ്രിഡ്ജ് വെക്കുന്ന ഒരു ഏരിയ ഒതുക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാസേജിലേക്കോ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നില്ല. നമുക്കിനി വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് കിടക്കാം. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിട്ടുമുണ്ട്. നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾക്ക് 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ വന്നത്. നമ്മൾ അടുത്ത് നമുക്ക് കടക്കാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ സിംഗിൾ പാളിയുടെ ഫ്രഞ്ച് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മൾട്ടിവുഡ് കൊണ്ടുള്ള പാനലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് 4 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാത്റൂമിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകാനുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ അത് തുറന്ന് നമുക്ക് അകത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. അവിടെ എൻ്റെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ച് തന്നെയാണ് ഇവിടെ ഈ ഒരു ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. ഏകദേശം 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡിൽ 4 പാളിയുടെ വിൻഡോയാണ് വരുന്നത്. പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ പാളിയുടെ 2 വിൻഡോസും വരുന്നുണ്ട്. അതും നിലവിൽ പാനലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അത്യാവശ്യം സൗകര്യമുള്ളൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇനി ബാത്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് പോകും. നേരത്തെ കണ്ട നമ്മൾ ആ ബാത്റൂമിന്റെ അതേ സെയിം ഡിസൈനിലുള്ള ഒരു ഡോറ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും കൊടുത്തേക്കണത്. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റേ ബാത്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ ബാത്റൂമാണ്. എങ്കിലും താഴത്തെ നിലയിൽ നമ്മൾക്ക് ഒരു ബെഡ്റൂം കുറച്ച് വലുത് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ബെഡ്റൂം ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാത്റൂം അതിൻ്റെതായ ഒരു വലിപ്പക്കുറവുണ്ട്. അവിടെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഷിംഗ് ബേസിൻ വരുന്നത് സെറേഡയാണ്. അത് ഇവിടെ ഏരിയ സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു സെറേഡ ഫിറ്റിംഗ്സ് നിലവിൽ വെച്ചേക്കുന്നത്. ഈ ഒരു ബാത്റൂമിലും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വേർതിരിച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായി നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയുടെ വിശേഷങ്ങൾ കാണാം. ഈ ഒരു ഭാഗത്താണ് ഈ വീടിന്റെ സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ്. ബ്ലാക്ക് കളർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ സ്കേർട്ടിങ്ങിലായിട്ട് നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ച അതേ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ ഹാൻഡ് റെയിൽ വരുന്നത് GA പൈപ്പിലാണ്. കൂടാതെ ഈ ഒരു ഹാൻഡ് കപ്സ് ആയിട്ട് വരുന്നത് ടീക്കൂട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. ലാൻഡിങ്ങിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ GA പൈപ്പിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ ആ ഡബിൾ ഹൈറ്റിന്റെ ആ ഒരു സേഫ്റ്റി ബാരിക്കേഡും വരുന്നത്. സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ നേരെ വന്നത് ഇവിടെ ഒരു വലിയൊരു ഹോളാണ്. ഒരു അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഹോൾ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഒരു ഭിത്തിയിലായിട്ട് വാൾപേപ്പർ വർക്കും മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഒരു ബെഡ്റൂം എൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം.
ഈ ഒരു ബെഡ്റൂമിന്റെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം 160 സ്ക്വയർ ഫീറ്റിന് മേളിൽ വലുപ്പമുണ്ട് ഈ ഒരു ബെഡ്റൂമിന്. പിന്നെ നിലവിൽ 3 പാളിയുടെ ജനലാണ് കൊടുത്തേക്കണേ. മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു പാനലിങ്ങും ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് 3 പാളിയുടെ വിൻഡോ ആണ് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ടുള്ള പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ വാർഡ്രോബ് വരുന്നത്. അത്യാവശ്യം വലിയൊരു വാർഡ്രോബാണ്. ഏകദേശം 3 പാളിയുടെ വാർഡ്രോബാണ് വരുന്നത്. ഒരുപാട് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലോക്കും ഈ ഒരു വാർഡ്രോബിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഒരു ബാത്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഡോറാണ് കൊടുത്തേക്കണേ. ഈ ഒരു ബാത്റൂമിന്റെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. അതുപോലെ തന്നെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ചിട്ടാണ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാം. അതായത് ഈ വാഷിംഗ് ബേസിന് ഉൾപ്പെടെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ടൈലും അതുപോലെ തന്നെ പാറ്റേണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ബെഡ്റൂമിന്റെ ഏകദേശം ഓൾമോസ്റ്റ് അതേ വലുപ്പം തന്നെ ഉണ്ട്. 160 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പാളിയുടെ വിൻഡോ ആണ് വരുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള പാനലിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ 3 പാളിയുടെ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഇതൊരു ഫിക്സ്ഡ് ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ വാർഡ്രോബ് വരുന്നത്. 3 പാളിയുടെ വാർഡ്രോബാണ് കൊടുത്തേക്കണേ. നല്ല വലിപ്പമുള്ള വാർഡ്രോബാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാത്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. വളരെ വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. നോർമലി നമ്മൾ ഈ 3 ബാത്റൂമിൽ നിന്നും വളരെ വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. നോർമലി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജാഗ്വാർ തന്നെയാണ്. അതുപോലെ തന്നെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ച് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് കൊടുത്തേക്കണേ. ഗ്രേ കളർ ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിലായിട്ട് നമുക്കിവിടെ SS-ന്റെ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ചെയ്തേക്കുന്ന നല്ലൊരു ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നോക്കാനുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അത് കോൺക്രീറ്റ് സ്ലാബിലാണ് നിർമ്മിച്ചേക്കണേ. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് GA പൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രം മാറി പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം 4.5 സെന്റ് സ്ഥലത്ത് 2380 സ്ക്വയർ ഫീറ്റിലാണ്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 1,39 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു വീട് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. ഏകദേശം 40 ലക്ഷം രൂപ തുടങ്ങി 2.5 കോടി രൂപ വരെയുള്ള വീടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള വീടുകൾക്കായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.